അസ്സലാമലൈക്കും. പറ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നുവോ? അല്ല, പെരുന്നാളായിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ? ഉമ്മച്ചി, ഞാനും എത്തിയും വരുന്നുണ്ട് ഇത്തവണ. നീ സലാം അടക്കിയില്ലല്ലോ. വലൈക്കുമുസ്സലാം. അൽഹംദുലില്ലാഹ്, സന്തോഷം. നിങ്ങളെ കാണാൻ കൊതിയാവുന്നു. ഞാനും എത്തി തമ്മിൽ കണ്ടിട്ട് കുറേ നാളായി. എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാ. നിങ്ങൾ കുടുംബസമേതമാണോ വരുന്നത്? അത് സർപ്രൈസ് ആണ്. എന്നാ ശരി, ഫോൺ കട്ടാക്കട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പാത്തു, കുഞ്ഞി പാത്തു. അസ്സലാമു അലൈക്കും ഉമ്മച്ചി. എന്താ രാവിലെ തന്നെ ഇത്ര സന്തോഷം? വലൈക്കും അസ്സലാം. എൻ്റെ മക്കൾ രണ്ടുപേരും വരുന്നുണ്ട് ഈ പെരുന്നാളിന്. പിന്നെ ഞാൻ സന്തോഷിക്കണ്ടേ? നീ ആ മാർക്കറ്റിലേക്കൊന്ന് പോ. നമുക്ക് നല്ല മട്ടൻ ബിരിയാണി തന്നെ വെക്കണം. മൂത്തോൾക്ക് മട്ടൻ ബിരിയാണി എന്ന് വെച്ചാൽ ജീവനാണ്. ഇളയവൾക്ക് ഇറച്ചിപ്പത്തിരി. അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ. അവിടെ എൻ്റെ മക്കൾക്ക് ആഹാരമൊക്കെ എന്തായിരിക്കുമോ എന്തോ. എൻ്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവും വേണ്ട. ഈ ചന്തയിൽ പോയി കാണുന്നവരോട് സംസാരിച്ച് നിൽക്കാതെ വേഗം വരണം. ഞാൻ ആരോട് സംസാരിക്കാനാ? എൻ്റെ ഉമ്മച്ചിയുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയല്ലേ അവർ ഓരോരുത്തരും എന്നെ പിടിച്ചു നിർത്തുന്നത്. എൻ്റെ എന്ത് കാര്യം ചോദിക്കാൻ? നീ എന്നെ ഓരോന്ന് സൂചിപ്പിക്കുകയല്ലേ? എൻ്റെ പൊന്നാര ഉമ്മച്ചി, ഞാൻ പോയിട്ട് വേഗം വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും മറിയം. വലൈക്കും അസ്സലാം. ഇരിക്കേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖമായിരിക്കുന്നു. നിനക്കോ? അൽഹംദുലില്ലാഹ്, എനിക്കും സുഖം. എനിക്കെന്താ ഇത്ര സന്തോഷം? എൻ്റെ മക്കൾ രണ്ടുപേരും വരുന്നുണ്ട് ഈ പെരുന്നാൾ. പിന്നെ ഞാൻ സന്തോഷിക്കണ്ടേ? ആഹാ, പിള്ളേരൊക്കെ വരുന്നുണ്ടോ? കുഞ്ഞുങ്ങളെയും കൊണ്ടാണോ അതോ അവർ ഒറ്റയ്ക്കാണോ വരുന്നത്? ഓ, അതൊക്കെ ഒരു സർപ്രൈസ് എന്നാ പറഞ്ഞേ. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ പാത്തു അടുത്ത ആഴ്ച പോവുകയല്ലേ? അപ്പോൾ നിനക്കാരുണ്ട് കൂട്ടിന്? അതിനല്ലേ എൻ്റെ മക്കൾ വരുന്നത്. അവരെന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളും. ഓ, അത് ശരി. അപ്പോൾ നീ ദുബായിലേക്കോ അതോ ഖത്തറിലേക്കോ? അവർ വരട്ടെ, അതിന് ശേഷം തീരുമാനിക്കുകയല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആഹാ, ഇത്ര പെട്ടെന്ന് എത്തിയോ പാത്തു? എല്ലാം കിട്ടിയോ? എല്ലാം വാങ്ങിച്ചു ഉമ്മച്ചി. എങ്കിൽ നീ വേഗം പോയി മട്ടൻ ബിരിയാണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും പാത്തു. ആ പിന്നെ കത്തിരിക്ക് ഒരു ചായ വേണം. എന്തൊക്കെ പറഞ്ഞാലും പാത്തു നിനക്ക് നല്ല കൂട്ടായിരുന്നു അല്ലേ? അവളങ്ങ് പോവുകയല്ലേ? ശരിയാ, അവൾ എൻ്റെ ഒപ്പം കൂടിയിട്ട് 10 വർഷമായി. അവൾക്കും വേണ്ട ഒരു ജീവിതം. അതിന് ഞാൻ തന്നെ അവൾക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് നിക്കാഹ് നടത്തി കൊടുത്തു. 2-3 ദിവസം കഴിയുമ്പോൾ അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അവളും എൻ്റെ കുഞ്ഞല്ലേ. നിന്നെ പോലെ നല്ല സ്വഭാവമുള്ള ഒരാളെ ഇനി കണ്ടു കിട്ടുമോ ആവോ. റബ്ബ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തില്ലെങ്കിൽ അതിൽ പകരം എന്ത് സന്തോഷം കിട്ടാനാണ്. മറിയം, നിന്റെ അടുത്തിരുന്ന് കുറച്ച് സമയം സംസാരിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം. പിന്നെ നീ അങ്ങ് പോയാൽ ഞാനെന്ത് ചെയ്യും? എന്നാൽ ഈ ചായ കുടിച്ചിട്ടാവാം വർത്തമാനം. ചായ ചൂടാറ്. നീ വേഗം പോയി മട്ടൻ ബിരിയാണിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും പാത്തു. എൻ്റെ പൊന്നാര ടീച്ചറുമ്മേ, എല്ലാം റെഡിയാണേ. എന്നാ ശരി, ഞാൻ പോകട്ടെ. നല്ല ചായ ആയിരുന്നു. ഇനി എനിക്ക് എന്നാ പാത്തുവിൻ്റെ ചായ കുടിക്കാൻ സാധിക്കുന്നത്? ജസാക്കല്ലാഹു ഹയ്യാക്ക്. ഇനി എനിക്കെന്നാ എൻ്റെ പ്രിയ കൂട്ടുകാരിയെ കാണുന്നത്, അവളുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കുന്നത്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇൻഷാ അല്ലാ, നമ്മൾ ഇനിയും കാണും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അൽഹംദുലില്ലാഹ്, സുഖമായിരുന്നു. ഞങ്ങൾ ഉമ്മച്ചയെ കണ്ടിട്ട് എത്ര നാളായി. ഞങ്ങൾ ഉമ്മച്ചയെ കാണാനായിട്ട് ഓടി വന്നത്. എവിടെ എൻ്റെ കൊച്ചുമക്കൾ എവിടെ? അത് പിള്ളേർക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും ഇഷ്ടമല്ല. ഇവിടുത്തെ ക്ലൈമറ്റ് അവർക്ക് പറ്റില്ല. ഇവിടുത്തെ ആളുകളെ അവർക്ക് ഇഷ്ടമല്ല. സാരമില്ല മക്കളെ, പാത്തു അങ്ങ് പോവുകയല്ലേ. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തെടുക്കാനാ? എനിക്കാണെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ പറ്റത്തുമില്ല. ഞാൻ അങ്ങ് വന്ന് കണ്ടോളാം എൻ്റെ കൊച്ചുമക്കളെ. ഉമ്മച്ചി, നല്ല വിശപ്പ്. ഞങ്ങൾക്ക് കഴിക്കാൻ വല്ലതുണ്ടോ? പിന്നെ അല്ലാതെ, ഞാൻ പാത്തുവിനോട് ആഹാരം എടുത്ത് വെക്കാൻ പറയാം. ഞാൻ ഉമ്മച്ചയെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാ. നിനക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. അവിടെ നമുക്ക് നമ്മുടേതായ ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അത് ഉമ്മച്ചിക്ക് പറ്റില്ല. എന്തായി പറയുന്നത്? സംസാരിക്കുന്നത്
എന്തായി പറയുന്നത്? നമ്മൾ നേരത്തെ ഫോണിൽ പറഞ്ഞ് ഉറപ്പിച്ചതല്ലേ? എനിക്ക് ഉമ്മച്ചിയെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ ഉമ്മച്ചി അവിടെ ആക്കാം. ഇത് നമ്മൾ ഉമ്മച്ചി എന്ത് പറഞ്ഞ് കൊണ്ടുപോകും? ഉമ്മച്ചി വരുമോ? നമുക്ക് ടൂർ പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാം. എന്തായാലും എല്ലാം നാളെ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കറങ്ങാൻ പോകാം. പെരുന്നാളൊക്കെ അല്ലേ? ഇത്ത പതുക്കെ ഉമ്മച്ചി വരുന്നു. വാ മക്കൾ, വല്ലതും കഴിച്ചിട്ടാണോ സംസാരമൊക്കെ? വരുവാ ഉമ്മച്ചി. അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട് പാത്തു. നീ നിന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഇന്ന് തന്നെ പൊക്കോ. അൻവറിനോട് അവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ. നാളെ നമ്മൾ ഉമ്മച്ചിയെ കൊണ്ട് ടൂർ പോവുകയാണ്. ഉമ്മച്ചി ഇത്ത പറയുന്നത് കേട്ടോ. ഞാൻ ഒരു ദിവസം കൂടി ഉമ്മച്ചിയുടെ കൂടെ നിന്നോട്ടെ പ്ലീസ് ഉമ്മച്ചി, കൊതിയായിട്ടാ. അത് മതി, എൻ്റെ മോള് നാളെ പോയാൽ മതി. നമ്മൾ ഇറങ്ങുമ്പോൾ വാ, കഴിച്ചിട്ടാവാ ഇനി. എന്താ മക്കളെ, നിങ്ങൾ ഇവിടെയാണോ ടൂർ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്? അൽഹംദുലില്ലാ, സന്തോഷം. ഈ ആരോരുമില്ലാത്തവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ എൻ്റെ മക്കൾക്ക് തോന്നിയല്ലോ. നന്നായി മക്കളെ, വാ. അസ്സലാമു അലൈക്കും. ആരിത്? ടീച്ചറുമ്മയോ? മക്കളും ഉണ്ടല്ലോ. എന്ത് വെച്ചാൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാൻ? എല്ലാവരും ഇരിക്കും. വലൈക്കും അസ്സലാം. അല്ല ഉമ്മച്ചിയെ അറിയുമോ? അറിയാമെന്നോ? ഉമ്മച്ചി നമ്മുടെ എല്ലാ വിശേഷ ദിവസവും വരുന്നതല്ലേ. ഞങ്ങൾക്ക് എന്തെല്ലാം സഹായം ചെയ്തു തന്നിരിക്കുന്നു. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, സുഖമായിരിക്കുന്നു ടീച്ചറുമ്മേ. പിന്നെന്തുണ്ട് വിശേഷം? ഓ, ഒരു വിശേഷവുമില്ല. ഈ പിള്ളേർ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാ. അൽഹംദുലില്ലാ, സമാധാനമായി. ഞങ്ങൾ ഉമ്മച്ചി ഇവിടെ ആക്കാൻ വന്നതാ. ഉമ്മച്ചിക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ ഇത്. ഉമ്മച്ചിയുടെ സെർവന്റിന്റെ വിവാഹം കഴിഞ്ഞ് അവൾ പോയി. അത് ഉമ്മച്ചിയുടെ അഹങ്കാരം കൊണ്ടല്ലേ വേലക്കാരി വിവാഹം കഴിപ്പിച്ചത്? അല്ലെങ്കിൽ അവൾ ഉമ്മച്ചിയെ നോക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഉമ്മച്ചിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഉമ്മച്ചിക്ക് അവിടെ ശരിയാവില്ല. ഉമ്മച്ചി നമ്മുടെ സ്റ്റാറ്റസിനും ചേരില്ല. എഴുന്നേക്ക്. ആരുണ്ടാക്കി തന്നു നിങ്ങൾക്ക് ഈ സ്റ്റാറ്റസ്? ഉമ്മയാര് വാപ്പയാരെന്ന് അറിയാത്തവർക്ക് എവിടെ നീട്ടി സ്റ്റാറ്റസ്? മാഡം പ്ലീസ്, അങ്ങനെയൊന്നും പറയില്ലേ. ടീച്ചറൊന്നും മിണ്ടായിരിക്കെ. ഇവരെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ ഉമ്മയും വാപ്പയും ഇല്ലാത്തവരൊന്നുമല്ല. ഈ നിൽക്കുന്നത് ഞങ്ങളുടെ ഉമ്മ. വാപ്പ മരിച്ചുപോയി നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഈ നിൽക്കുന്ന നിങ്ങളുടെ ഉമ്മയല്ല. ഈ ടീച്ചറുടെ ഭർത്താവ് അവരുടെ വിവാഹം കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചുപോയി. ഈ സ്ഥാപനത്തിനോടൊപ്പമുള്ള അനാഥാലയത്തിലെ അമ്മ തൊട്ടിൽ നിന്നും കിട്ടിയ 2 കുട്ടികളായിരുന്നു നിങ്ങൾ 2 പേരും. നിങ്ങൾ 2 പേരെയും ഈ ടീച്ചർ കഫാല നിയമപ്രകാരം ഏറ്റെടുത്ത് വളർത്തി. നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം മാറ്റിവെച്ചു. ഇപ്പോൾ നിങ്ങൾക്കൊരു ഭാരമായ അല്ലേ? അസ്സലാമു അലൈക്കും. പറ മോളെ. വാലൈക്കും അസ്സലാം ഉമ്മച്ചി. ഉമ്മച്ചി എവിടെയാ? എനിക്ക് ഉമ്മച്ചിയെ ഒന്നും കൂടെ കാണണം. ഞാനിവിടെ നമ്മുടെ സ്നേഹസ്ഥിതിയിലുണ്ട്. ഉമ്മച്ചി അവിടെ തന്നെ നിൽക്കുവോ? ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം. ഇത്രയും നാളെ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. ഉമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. വലിയ തെറ്റാണ് ഞങ്ങൾ ഉമ്മച്ചിയോട് ചെയ്തത്. ഞങ്ങൾക്ക് അത് തിരുത്തണം. ഇനി ഒരിക്കലും ഞങ്ങൾ ഉമ്മച്ചിയോട് ഇങ്ങനെ ചെയ്യില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. എന്നിട്ട് ഉമ്മച്ചി ഞങ്ങളോടൊപ്പം വരണം. സാരമില്ല മക്കളെ, ഇതൊക്കെ ഇപ്പോൾ ലോക സഹജമല്ലേ. ഉമ്മയും ഉപ്പയും വയസ്സാകുമ്പോൾ ആർക്കും വേണ്ട. വയസ്സൊരു ഭാരമാണ്. ഇനി ടീച്ചറുമ്മ നിങ്ങളുടെ കൂടെ വരുന്നില്ല. ടീച്ചറുമ്മ ഇവിടെ നിൽക്കട്ടെ. ഞങ്ങൾ അവരെ പൊന്നുമല്ല നോക്കിക്കോളാം. അസ്സലാമു അലൈക്കും ഉമ്മച്ചി. ഉമ്മച്ചിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ വാർഡൻ്റെ അസിസ്റ്റൻ്റ് എന്നോടെല്ലാം പറഞ്ഞു. എൻ്റെ ഇക്കയും അനുവാദം തന്നു ഉമ്മച്ചിയെ കൊണ്ടുപോകാൻ. ഉമ്മച്ചി ഞങ്ങളുടെ കൂടെ വരണം. ശരി മോളെ, ഞാൻ നിൻ്റെ കൂടെ വന്നോളാം. ഞാൻ നിനക്കൊരു ഭാരമാകുമ്പോൾ എന്നെ ഇവിടെ കൊണ്ട് വിട്ടാൽ മതി. ഉമ്മച്ചി പോകലും. ഉമ്മച്ചി ഞങ്ങളോടൊപ്പം വരണം. ഇല്ല മക്കളെ, ഇവളും എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ. നിങ്ങൾ സുഖമായി ജീവിക്കുക. ഉമ്മയ്ക്ക് നിങ്ങളോട് പിണക്കമൊന്നുമില്ല. പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ രക്ഷിതാവേ, ചെറുപ്പത്തിൽ ഇരുവരും എന്നെ പോറ്റി വളർത്തിയതുപോലെ ഇവരോട് നീ കരുണ കാണിക്കണമേ. അസ്സലാമു അലൈക്കും.